ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഓക്കെ, സോ നെറ്റഡ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലോജിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ആക്ച്വലി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂലി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ പഴയ സിലബസ് പ്രകാരം വരുന്നതല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ലോജിക്കൽ ഇക്വാലൻ്റ്. അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ പറ്റും. പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്സ് എന്നാണ് നമ്മുടെ UGC ഇപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ്. സോ ഈ ഒരു ലോജിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം. സോ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതൊക്കെ. സോ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is logically equivalent to the statement? Some plants are carnivorous organisms. സോ ഫസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഈ ലോജിക്കൽ ഇക്വാലൻ്റ് അല്ലോ. സോ ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ലോജിക്കൽ സെൻസ് മാറ്റി വയ്ക്കുക. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു നോർമൽ വ്യക്തി, അതായത് സാധാരണ നമ്മളൊരു എന്താ പറയുക ലോജിക്കൽ ഇക്വാലൻറ്റിനെ പറ്റി പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് ലോജിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുമ്പോൾ, ഇക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വാലിറ്റി. അപ്പോൾ ലോജിക്കലി കറക്റ്റായ സെൻറ്റൻസ് ഏതാണെന്നുള്ളത്, അതായത് സം പ്ലാന്റ്സ് ആർ കാർണിവോറസ് ഓർഗാനിസം, ഈ സെൻറ്റൻസിനോട് സിമിലർ ആയിട്ടുള്ള ഇതിൽ ഏത് സെൻറ്റൻസ് ആണെന്ന് ആലോചിക്കും അല്ലേ? ഇതാണ് ഒരു നോർമൽ ആളുടെ ചിന്താഗതി എന്ന് പറയുന്നത്. ബട്ട് ലോജിക്കൽ റീസണിങ്, നമ്മുടെ നെറ്റിൻ്റെ ലോജിക്കൽ റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോജിക്കൽ ബുദ്ധി അത് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ആ ഒരു ലോജിക്ക് വെച്ച് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, നമ്മുടെ ആൻസർ തെറ്റും. അങ്ങനെയാണത്. കാരണം ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ആ പേരിൽ മാത്രമേ ലോജിക്കുള്ളൂ. നമ്മുടെ ലോജിക്കൽ ബുദ്ധി ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എടുക്കരുത്. അപ്പം എന്താണ് ലോജിക്കൽ ഇക്വാലൻ്റ്? അത് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ കാണിച്ചത്, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ കാണിച്ചു എന്ന് മാത്രം. എന്താ കൺസെപ്റ്റ് നമുക്ക് വ്യക്തമാക്കാം. സോ ഈ മോഡലാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഇതിൻ്റെ ലോജിക്കൽ ഇക്വാലൻ്റ് എന്താണെന്ന് വെച്ചിട്ട്. പിന്നെ എന്താണ് ലോജിക്കൽ ഇക്വാലൻ്റ്? അടിയിൽ ഞാനൊരു സ്ലൈഡ് ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലോജിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ് വരിക. സോ ഒരു മിനിറ്റ്, പെൻ എവിടെ? ഓക്കെ, സോ ഈ പറയുന്ന ലോജിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത്, ലോജിക്കൽ ഇക്വിവാലൻ്റ് എന്ന് പറയുന്നത് 3 രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോൺവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒബ്വേഴ്സ് ഉണ്ട്. കോൺവേഴ്സ്, ഒബ്വേഴ്സ്, ദെൻ അതേപോലെ തന്നെ 3 അത് ലാസ്റ്റ് കാറ്റഗറിയാണ് കോൺട്രാപോസിഷൻ എന്ന് പറയുന്നത്. കോൺട്രാപോസിഷൻ. സോ ഇങ്ങനെയാണ് 3 കാറ്റഗറി വരിക. ആൻഡ് ഈ ഒരു 3 ക്ലാസിഫിക്കേഷനും എല്ലാ പ്രപ്പോസിഷൻസിലും അവൈലബിൾ അല്ല കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അത് ഞാൻ പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതാം. ഏതൊക്കെയായിരുന്നു നമ്മുടെ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഓൾ ഉണ്ട്, നോ ഉണ്ട്, സം നോട്ട് അല്ലേ. ഇതാണ് നമ്മുടെ 4 പ്രപ്പോസിഷൻസ്. ആൻഡ് ഇതിൽ കോൺവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള കോൺവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നോ എന്നുള്ളതിലും അതേപോലെ തന്നെ സം, ഈ 2 പ്രപ്പോസിഷൻസിൽ മാത്രമേ കോൺവേഴ്സ് അപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. നോ, സം എന്നുള്ള 2 മാത്രം കോൺവേഴ്സ് അപ്ലിക്കബിൾ ആവും. ഒബ്വേഴ്സ് 4 അപ്ലിക്കബിൾ ആട്ടോ. 4 പ്രപ്പോസിഷൻസിലും ഒബ്വേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് കോൺട്രാപോസിഷനെ സംബന്ധിച്ചിടത്തോളം ആളും സം നോട്ടും ആണ് ഇവിടെ വരിക. കോൺട്രാപോസിഷനിൽ ആളും സം നോട്ടും ആണ് അപ്ലിക്കബിൾ ആവുക. സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 കാറ്റഗറി ഉണ്ട്: കോൺവേഴ്സ്, ഒബ്വേഴ്സ്, കോൺട്രാപോസിഷൻ. ഇതിൽ കോൺവേഴ്സ് നോയിലും സമ്മിലും മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഒബ്വേഴ്സ് 4 പ്രപ്പോസിഷൻസിലും അപ്ലിക്കബിൾ ആണ്. ആൻഡ് കോൺട്രാപോസിഷൻ എന്ന് പറയുന്നത് ഓളിലും സം നോട്ടിലും മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ആണ് കോൺവേഴ്സ്. ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള കോൺവേഴ്സിൽ നോക്കാം അല്ലേ. സോ കോൺവേഴ്സിൽ എന്തൊക്കെയാണ് വരിക നോക്കാം. സോ സിമ്പിളാണ്. കോൺവേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടാവും. നമുക്ക് 2 ഉണ്ടാവുമല്ലോ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യും. അതായത് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് എഴുതും. സബ്ജക്റ്റ് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിൻ്റെ സ്ഥാനത്തും
പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരും. സിമ്പിൾ, അത്രേ ഉള്ളൂ. കോൺവേഴ്സിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രെഡിക്കേറ്റ് വരും, പ്രെഡിക്കേറ്റിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റ് വരും. സോ നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൺവേഴ്സിൽ വരുന്നതാണോ നോക്കാം അല്ലേ. സോ ആദ്യം നോക്കുക, സം പ്ലാന്റ്സ് ആർ കാർണിവോറസ് ഓർഗാനിസം. സോ ഇവിടെ എന്താണ്? സം ആണ് അല്ലേ, കണ്ടോ? സം എന്നുള്ളതാണ്. സം എന്തിൽ അപ്ലിക്കബിൾ ആണ്? കോൺവേഴ്സിൽ അപ്ലിക്കബിൾ ആണ്. നോയും സമ്മാണ്, സം കോൺവേഴ്സിൽ അപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ സബ്ജക്റ്റിന്റെ അവിടെ പ്രെഡിക്കേറ്റ് വരണം, പ്രെഡിക്കേറ്റിന്റെ അവിടെ സബ്ജക്റ്റും വരണം. സോ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? പ്ലാന്റ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. കാർണിവോറസ് ഓർഗാനിസം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്. സോ സമ്മ് കഴിഞ്ഞിട്ട് എന്ത് വരണം? നമുക്ക് കാർണിവോറസ് ഓർഗാനിസം വരണം. ഇവിടെ വരുന്നുണ്ടോ? സം കഴിഞ്ഞിട്ട് അത് വരുന്നുണ്ടോ നോക്കുക. ഇന്റർചേഞ്ച് ആവണല്ലോ? ഇല്ല. ഇവിടെ സമ്മുള്ള രണ്ടെണ്ണേ ഉള്ളൂ. ബട്ട് ഇവിടെ സമ്മ് കഴിഞ്ഞിട്ട് രണ്ടിലും എന്ത് പ്ലാന്റ്സ് ആണ് വരുന്നത്. സോ എന്തല്ല, നമുക്കുള്ള കോൺവേഴ്സ് അല്ല ഇവിടുത്തെ ലോജിക്കൽ ഇക്വാലന്റ് എന്ന് മനസ്സിലായി. ദെൻ അടുത്ത കാറ്റഗറി ഒബ്വേഴ്സ് ആണോ നോക്കുക. സോ എന്തൊക്കെയാണ് ഈ ഒബ്വേഴ്സിന്റെ കണ്ടീഷൻ? ഒബ്വേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യും? ചേഞ്ച് ദ ക്വാളിറ്റി. ചേഞ്ച് ദ ക്വാളിറ്റി. ക്വാളിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ആക്കുക. അതായത് ഓൾ എന്നാണെങ്കിൽ അത് എന്ത് ചെയ്യും? നോ എന്നാക്കും. നേരെ ഓപ്പോസിറ്റ്, നോ എന്നാണെങ്കിൽ അത് ഓൾ എന്നാക്കും. ദെൻ സം ആണെങ്കിൽ എന്ത് ചെയ്യും? സം നോട്ടിക്ക് മാറ്റും. അതിന് സം നോട്ട് ആക്കും. സം നോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? സം നോട്ട് ആണെന്നുണ്ടെങ്കിൽ സമ്മിലേക്ക് മാറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒബ്വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഓപ്പോസിറ്റ് ആക്കും. അതായത് ക്വാളിറ്റീനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കി എഴുതും. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, ഒബ്വേഴ്സിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. സോ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് നമ്മൾ എന്ത് ചെയ്യും? നോൺ ആക്കിയിട്ട്, അതായത് പ്രെഡിക്കേറ്റിന്റെ ഒപ്പം നമ്മളൊരു നോൺ എന്നുള്ളത് ആഡ് ചെയ്യും. അപ്പോൾ എനിമൽസ് ആണെങ്കിൽ നോൺ എനിമൽസ്, അതായത് എന്താണോ അതിൻ്റെ ഒപ്പം നോണും കൂടി ആഡ് ചെയ്യും. ഇതാണ് രണ്ട് കണ്ടീഷൻസ് ഒബ്വേഴ്സിന്റെ കേട്ടോ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റി മാറ്റും. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ പ്രെഡിക്കേറ്റ് നോൺ ആക്കും. ഇന്റർചേഞ്ച് ചെയ്യില്ല കേട്ടോ. പൊസിഷൻ അവിടെ ഇന്റർചേഞ്ച് ഒന്നും വരുന്നില്ല. സബ്ജക്റ്റ് അവിടെ തന്നെ ആയിരിക്കും, പ്രെഡിക്കേറ്റ് അവിടെ തന്നെ ആയിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യും? പ്രെഡിക്കേറ്റിൽ ഒരു നോണും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഒബ്വേഴ്സ് ആണോ നോക്കാം ക്വസ്റ്റ്യനിൽ അല്ലേ. ഒബ്വേഴ്സ് ആവണമെങ്കിൽ ആദ്യം എന്താണ്? ഒബ്വേഴ്സ് നമ്മൾ പറഞ്ഞു സം എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. സോ പ്രെഡിക്കേറ്റ് നമ്മുടെ പ്രപ്പോസിഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഫസ്റ്റ് കണ്ടീഷൻ എന്താ? നമ്മൾ ഇവിടെ സം ആണ് അല്ലേ, അതിനെന്താക്കി മാറ്റണം? സം നോട്ട് ആക്കി മാറ്റണം. സോ സം നോട്ട് ക്വസ്റ്റ്യൻ ആൻസറിൽ ഉണ്ടോ നോക്കുക. സം നോട്ട് ഉണ്ട് അല്ലേ, ഇവിടെ സം നോട്ട് ഉണ്ട്. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞത്? സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റ് തന്നെ വരണം. ഓക്കെ, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റ് ഉണ്ട്. പ്രെഡിക്കേറ്റ് എന്താവണം? നോൺ ആവണം. പ്രെഡിക്കേറ്റ് ഇവിടുത്തെ എന്താ? കാർണിവോറസ് ഓർഗാനിസം ആണ്. അതെന്തായി? നോൺ ആയില്ലേ ഇവിടെ? നോൺ കാർണിവോറസ് ഓർഗാനിസം ആയി. സോ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ലോജിക്കൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കാം, ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഇത് പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെ ചിന്തിക്കുക? ലോജിക്കൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്റൻസിനോട്, തന്ന സെന്റൻസിനോട് സിമിലർ ആയിട്ടുള്ളത് ഏതാന്നുള്ളത്, അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഉറപ്പിക്കാം ആൻസർ തെറ്റി. കാരണം അതല്ല വേണ്ടത്. ഇവിടെ എന്താ? ലോജിക്കൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൺസെപ്റ്റുകളുണ്ട്. ആ 3 കൺസെപ്റ്റിൽ ഈക്വൽ ആവുന്ന വരട്ടെ. സോ ഇവിടെ എന്താ നമുക്ക് വന്നത്? സം പ്ലാന്റ്സ് ആർ നോട്ട് നോൺ കാർണിവോറസ് ഓർഗാനിസം. ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ചെയ്യും കേട്ടോ. അതിന് മുന്നേ ഞാൻ ആ ഒരു മൂന്നാമത്തെ കൺസെപ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലേ. അടുത്ത 2 ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട് പറയാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രപ്പോസിഷൻസ് ഈസ് ലോജിക്കലി ഇക്വാലന്റ് ടു ദ പ്രപ്പോസിഷൻ ഓൾ ഫ്രോഗ്സ് ആർ ആംഫീബിയൻസ്? അപ്പോൾ പ്രപ്പോസിഷൻ എന്താ? ഓൾ ഫ്രോഗ്സ് ആർ ആംഫീബിയൻസ്. നമുക്കപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കാം അല്ലെ. കോൺവേഴ്സ് ആണോ നോക്കി നോക്കാം. കോൺവേഴ്സ് ആണോ എങ്ങനെ നോക്കുക? ആദ്യം കോൺവേഴ്സ് ഏതിലേക്ക് അപ്ലൈ ആവും നോക്കണം. നോയിലും സമ്മിലോ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താ? ഓൾ ആണ്. സോ നോയും സമ്മും അല്ല പ്രപ്പോസിഷൻ. സോ കോൺവേഴ്സ് എന്ത് ചെയ്യില്ല? അപ്ലൈ ചെയ്യില്ല. ദെൻ പിന്നെയുള്ള എന്താ? ഒബ്വേഴ്സ് ആണ് അല്ലേ. ഒബ്വേഴ്സ് എല്ലാ പ്രപ്പോസിഷൻസിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓൾ ആണ്. ഒബ്വേഴ്സിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? നേരെ ഓപ്പോസിറ്റ് ആവണം. ഓൾ ആണെങ്കിൽ നോ ആകണം. ഇവിടെ നോ 2 ഉണ്ട്. സോ ഒബ്വേഴ്സ് ആവാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? സബ്ജക്റ്റിന് മാറ്റം വരേണ്ടത്, പ്രെഡിക്കേറ്റ് എന്താവണം? നോൺ ആവണം. സോ ഓൾ ഫ്രോഗ്സ് ആർ നോൺ ആംഫീബിയൻസ്. ആൻസർ ഒറ്റടി കിട്ടിയില്ലേ? ഓൾ ആണ്, അത് നോ ആയിട്ടുണ്ട്. സബ്ജക്റ്റ് ഫ്രോഗ് ആണ്, ഇവിടെയും ഫ്രോഗ് ആണ്. ദെൻ ആംഫീബിയൻസ് എന്നാണ്, അതെന്തായി? നോൺ ആംഫീബിയൻസ് ആയി. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. കൺസെപ്റ്റിനൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല. ജസ്റ്റ് ഒന്നോ രണ്ടോ വട്ടം വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മതി. ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നോ രണ്ടോ വീഡിയോ കണ്ട് ഒന്നോ രണ്ടോ വട്ടം സെയിം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ക്ലിയർ ആവും. എന്നിട്ടും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ അതിനു മുമ്പ് നിങ്ങൾ നെറ്റിന് സീരിയസ് ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാവുമ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോസ് കാണുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആൻഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പെയ്ഡ് കോഴ്സും അതുപോലെ തന്നെ ഫ്രീ കോഴ്സുകളൊക്കെ അതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും അതിൽ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബേസിക് മാത്സിൻ്റെ ഒരു കോഴ്സൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is logically equivalent to the statement no frogs are animals? So ഇവിടെ no ആണ്. no ആവേണ്ട എന്തും വരാം, ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള കോൺവേഴ്സും വരും. സോ ആദ്യം കോൺവേഴ്സ് ആണോ നോക്കാം. എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഇന്റർചേഞ്ച്. നോ മാമൽസ് ആർ ഫ്രോഗ്സ്, അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടോ? ഉണ്ട്. നോ മാമൽസ് ആർ ഫ്രോഗ്സ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. നോ എന്ന് പറയുന്നത് കോൺവേഴ്സിൽ വരാം. കോൺവേഴ്സിന് എന്താണ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്യണം. അതായത് മാമൽസിനടുത്ത് ഫ്രോഗ്സ് വരണം, ഫ്രോഗ് എന്നുള്ളടത്ത് മാമൽസ് വരണം. ആൻസർ വന്നു ഓപ്ഷൻ നമ്പർ എ. ഇനി ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എ ബി സി ഡി, ഈ 4 എണ്ണത്തിന് ഒന്ന് സെലക്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതിൽ ഏതെങ്കിലും ഒന്നേ ആൻസർ വരുള്ളൂ. ബട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ എന്ത് ചെയ്യും, ഇങ്ങനെ 4 കണ്ടീഷൻസ് എന്നിട്ട് ഓപ്ഷൻസിൽ എ ആൻഡ് ബി അല്ലെങ്കിൽ എ ആൻഡ് സി, എ ആൻഡ് ഡി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ സെന്റൻസുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് ചെക്ക് ചെയ്യണം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. Which of the following propositions is logically equivalent to the proposition some attorneys are logicians? ചില attorneys logicians ആണ്. അതിന് ലോജിക്കൽ ഈക്വാലന്റ് ഏതാന്ന് നോക്കാം. സോ സം ആണ് വന്നിട്ടുള്ളത്. സം ആയതുകൊണ്ട് ഏത് അപ്ലിക്കബിൾ ആണ്, നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷനും വേണമെങ്കിൽ അപ്ലിക്കബിൾ ആണ് അല്ലേ. സോ നോക്കാം ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടോ നോക്കാം കോൺവേഴ്സിന്റെ കേസിൽ. സോ സം അവിടെ എന്താ, ലോജീഷ്യൻസ് ആണ്. ലോജീഷ്യൻസ് ആർ അറ്റോർണീസ് എന്നാണ് വരേണ്ടത് അല്ലേ. സോ സം ലോജീഷ്യൻസ് ആർ നോട്ട് അറ്റോർണീസ് വരില്ല, അത് ഇവിടെ നോട്ട് വന്നു. സോ അവിടെ വരാൻ പറ്റില്ല. ഇവിടെ സം അറ്റോർണീസ് ആണ് വന്നിട്ടുള്ളത്, അവിടെ ലോജീഷ്യൻസ് ആണ് വരേണ്ടത്. ഓക്കെ, സോ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. സം ലോജീഷ്യൻസ്, ഓക്കെ, അറ്റോർണീസിന് പകരം ലോജീഷ്യൻസ് വന്നു ആൻഡ് ലോജീഷ്യൻസിന് പകരം അറ്റോർണീസ് വന്നു. സോ സം ലോജീഷ്യൻസ് ആർ അറ്റോർണീസ്. ഓപ്ഷൻ നമ്പർ സി ആണ് ആൻസർ ആയിട്ട് വരിക. സംഭവം സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ദെൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യും. ഇതൊക്കെ എങ്ങനെയായാലും നിങ്ങളുടെ നെറ്റ് എക്സാമിന് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയകളാണ് കേട്ടോ. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following statements is logically equivalent to the following statement some dogs are not aggressive animals? So ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വീഡിയോനെ കുറിച്ച് അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ വീഡിയോസ് ഏത് ടോപ്പിക്കിൽ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. കാരണം ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ പോകുള്ളൂ. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും കൂടി ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് ആൻസർ നോക്കാം. സോ ഇവിടെ എന്താ, സം ഡോഗ്സ് ആർ നോൺ അഗ്രസീവ് ആനിമൽസ്. സോ സം ആണ് ഇവിടെ, സം ഉണ്ട്, നോട്ട് ഉണ്ട്. ഒരു മിനിറ്റ്, നമ്മുടെ പെണ്ണിൻ്റെ സെലക്ഷൻ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ സം നോട്ട് ആണ് അല്ലേ. അപ്പോൾ സം നോട്ട് ആകുമ്പോൾ നമുക്കറിയാം കോൺവേഴ്സ് അവിടെ വരില്ല. ദെൻ ഒബ്വേഴ്സ് വരുമോ? ഒബ്വേഴ്സ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ, സം നോട്ട് സം ആവും, ഓപ്പോസിറ്റ് ആവണം, സം ആവും. ദെൻ ഡോഗ്സിന് മാറ്റം വരില്ല. അഗ്രസീവ് അനിമൽസ് എന്താവും, നോൺ അഗ്രസീവ് ആവും. സം ഡോഗ്സ് ആർ നോൺ അഗ്രസീവ് ഇല്ല അല്ലേ. സോ സം ഡോഗ്സ് ആർ നോൺ അഗ്രസീവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മുടെ ആൻസറിലില്ല. അപ്പോൾ എന്താവും വരിക, ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി അല്ലേ. സോ നമ്മൾ ലോജിക്കൽ ഇക്വാലൻറ്റിന് 2 ക്ലാസിഫിക്കേഷനെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് കോൺട്രാപോസിറ്റീവ്. കോൺട്രാപോസിറ്റീവ് ഇത് ഏതിനൊക്കെ ആപ്ലിക്കബിൾ ആവുക, ഓള് അതേപോലെ തന്നെ സം നോട്ട്, ഈ 2 പ്രപ്പോസിഷൻസിൽ മാത്രമേ നമ്മുടെ കോൺട്രാപോസിറ്റീവ് ആപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ.
ചിലപ്പോൾ ഞാൻ ഈ കോൺട്രാ പോസിറ്റീവിന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടാവുക കോൺട്രാ പൊസിഷൻ എന്നല്ലേ, അങ്ങനെ രണ്ട് കൺഫ്യൂഷൻസ് അതിൽ വരും കേട്ടോ. കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നവരുണ്ട്, കോൺട്രാ പൊസിഷൻ എന്ന് പറയുന്നവരുണ്ട്. കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ഓളും സം നോട്ട് ഈ രണ്ട് പ്രപ്പോസിഷൻസിലാണ് നമ്മുടെ കൺസെപ്റ്റ് അപ്ലിക്കബിൾ ആവുക. ആൻഡ് ഇവിടെ എന്തേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്യും. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യും. മാത്രമല്ല നോൺ ആക്കുകയും ചെയ്യും കേട്ടോ. അതായത് സബ്ജക്റ്റ് നമ്മൾ പ്രെഡിക്കേറ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് നോൺ സബ്ജക്റ്റ് ആക്കിയിട്ട് ഇടും. പ്രെഡിക്കേറ്റിനെ സബ്ജക്റ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് നോൺ ആഡ് ചെയ്തിട്ട് പ്രെഡിക്കേറ്റ് അവിടെ, അത്രേ ഉള്ളൂ. സബ്ജക്റ്റിൻ്റെ ഒപ്പം പ്രെഡിക്കേറ്റിൻ്റെ ഒപ്പം നോൺ ആഡ് ചെയ്യും, ഇന്റർചേഞ്ച് ചെയ്ത് എഴുതും. സോ ആ ഒരു കണ്ടീഷൻ ഇവിടെ നോക്കാം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് വരണം, ഡോഗ്സിനെ നോൺ ഡോഗ്സ് ആവും, അഗ്രസീവ് എനിമൽസ് നോൺ അഗ്രസീവ് ആവും, പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യും. സോ സം ആണ്, സം നോട്ടാണ്, സം നോട്ട് തന്നെ വരണം. സോ സം നോൺ അഗ്രസീവ് എനിമൽസ്, പ്രെഡിക്കേറ്റ് എന്ത് ചെയ്തു, സബ്ജക്റ്റിന് അവിടെ വന്നു, നോൺ ആഡ് ചെയ്തു. ആർ നോട്ട് അവിടെ തന്നെ ഉണ്ട്. ദെൻ ഡോഗ്സ് എന്താവണം, നോൺ ഡോഗ്സ് ആവണം. ആൻസർ വന്നില്ലേ, സം നോൺ അഗ്രസീവ് എനിമൽസ് ആർ നോട്ട് നോൺ ഡോഗ്സ്. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓക്കെ, അതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. സോ ലോജിക്കൽ ഇക്വാലന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇത്തരം ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഫർദർ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നെറ്റഡ് അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് ഗുഡ് ബൈ.